വെറും 13 കൊണ്ടാണ് ഒരു ടൂർണമെൻറ്റ് തുടങ്ങിയത്. പക്ഷേ തിരിച്ചു കിട്ടിയത് 60,000 രൂപയാണ്. നമസ്കാരം, ഞാൻ ശ്രീജേഷ്, വയനാടാണ് സ്വദേശം. ഞാൻ ഒരു ഇലക്ട്രീഷ്യനാണ്. മിക്കവാറും ദിവസങ്ങളിൽ പണിയുണ്ടാവാറില്ല. അങ്ങനെ ഒരു ദിവസം ഉള്ളപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് സൂപ്പി ആപ്പ് എൻ്റെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് തന്നത്. കളിക്കാൻ എളുപ്പവും അതിലുപരി രസവുമാണ് ഇതിലുള്ള എല്ലാ ഗെയിംസും. ആദ്യത്തെ ദിവസം തുടങ്ങിയത് 15 രൂപ വെച്ചിട്ടാണ്. പക്ഷേ അന്ന് തന്നെ ഞാൻ 2000 രൂപ തിരിച്ചെടുത്തു. എല്ലാവരും സൂപ്പി ആപ്പ് ഡൗൺലോഡ് ചെയ്യും, കുറേ കാശ് ചെയ്യും. അപ്പോൾ വയനാട് സ്വദേശിയായിട്ടുള്ള ശ്രീജേഷ് ഒരു ഇലക്ട്രീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. 13 രൂപ കൊണ്ട് ടൂർണമെന്റ് തുടങ്ങി 60,000 രൂപ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. ഈ കാര്യം സത്യമാണോ എന്ന് നമുക്കൊന്ന് അറിയണ്ടേ? ഈ വയനാടുകാരനായിട്ടുള്ള ശ്രീജേഷിനെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ കേട്ടോ. ഇലക്ട്രീഷ്യൻ ആയിട്ടാണ് ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അപ്പൊ അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അയാളെ ഒന്ന് കണ്ടുപിടിക്കണം കേട്ടോ. കാരണം ഇത്രയും രൂപ ഉണ്ടാക്കിയല്ലോ നമുക്കൊന്ന് നേരിട്ട് ചോദിക്കണമല്ലോ. കാരണം ഇങ്ങനെയുള്ള മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കുമ്പോൾ അതും 13 രൂപയിട്ട് 60,000 രൂപ ഉണ്ടാക്കിയെന്നാണ് ശ്രീജേഷ് എന്ന് പറയുന്ന വ്യക്തി ഇവിടെ പറയുന്നത്. ശ്രീജേഷ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇയാളെ അറിയാവുന്നവരൊന്ന് പറയണം കേട്ടോ. നമുക്ക് അറിയണം ഇത് ശ്രീജേഷ് ആണോ, ഇയാളെ ശരിക്കും ഇലക്ട്രീഷ്യൻ ആണോ, ശരിക്കും ഇയാൾ വയനാട്ടിലുള്ളതാണോ എന്ന് നമുക്കൊന്ന് അറിയുക തന്നെ വേണം. കാരണം 13 രൂപ കൊണ്ട് 60,000 രൂപ ഉണ്ടാക്കി പറയുമ്പോൾ പലരും ഇതിൽ കൺവിൻസ്ഡ് ആയിട്ട് ഇതിൽ പൈസ ഇടാൻ തുടങ്ങും. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ കിട്ടുന്നതാണ്. കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവർ ഇത് കളിക്കുന്നതാണ്. നിസാര പൈസ ഇൻവെസ്റ്റ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ നോക്കി കുട്ടികൾ ചിലപ്പോൾ ഇതിനകത്ത് പൈസ ഇട്ട് കഴിഞ്ഞാൽ നിസാര പൈസ ഓരോ തവണ ഇട്ടിട്ട് മാതാപിതാക്കളെ ലക്ഷക്കണക്കിന് രൂപ വരെ പോകാനുള്ള സാധ്യതയുമുണ്ട്. സോ ഇത്രയും അപകടം പിടിച്ചൊരു സാധനം ആണ് ശ്രീജേഷ്. ഇത്രയും വലിയ മോഹന വാഗ്ദാനങ്ങളൊക്കെ കൊടുത്ത് പ്രൊമോട്ട് ചെയ്യുന്ന ശ്രീജേഷ് ആണോ എന്ന് അറിഞ്ഞുകൂടാ. എനിവേ ഇയാളെ നമുക്കൊന്ന് കണ്ടുപിടിക്കണം കേട്ടോ.